പുറത്ത് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ലല്ലോ. കേട്ടാ അതെന്തോ ഇൻസ്പെക്ടറിന് ആവോത്രവേ. അങ്ങനെ ആവെന്നും പറഞ്ഞ് ഈ കുട്ടിനെ പുറത്തേ കൊണ്ടുവരണ്ടാന്നും നിന്റെ അച്ഛൻ പറഞ്ഞ എന്താണ് ചെയ്യാ? അവിടെ ആ റൂമില് 4 ചുമരും കണ്ടിട്ട് ഇങ്ങനെ കിടന്നാ മതിയോ? ഇങ്ങനെ പുറത്തൊക്കെ വന്ന് ഈ പൂക്കളും പിന്നെ പക്ഷികളും പിന്നെ പ്രാണികളും ഇതൊക്കെ കാണണ്ടേ നിനക്ക്? കാക്കയും പൂച്ചയും കോയൊക്കെ കണ്ടാലല്ലേ നിനക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ റൂമിന്റെ ഉള്ളിൽ തന്നെ കിടന്നാൽ നിനക്ക് സുഖമുണ്ടോ? കാക്ക, കോയി, പൂച്ച എല്ലാം വരും. അതേ മുട്ട എല്ലാം വരും. എന്നതൊക്കെ കണ്ടാലല്ലേ കുട്ടികൾ കളിക്കാൻ പറ്റുള്ളൂ. നിന്റെ അച്ഛനാണെങ്കിലോ അയ്യോ കുട്ടീനെ പുറത്ത് കൊണ്ടുപോണ്ട, അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുക. അതാണ് ഇന്ന് അമ്മക്ക് നിന്റെ അച്ഛൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കുട്ടീനെയും കൊണ്ട് പുറത്ത് വന്നത്. അമ്മച്ചി നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. കുഞ്ഞാനിനെയും കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കളിക്കാം. ശരി മുട്ടേ, കുറച്ച് നേരം നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. നിന്റെ അനിയന് കുറച്ച് കാറ്റ് വെളിച്ചൊക്കെ തട്ടട്ടെ. അയ്യോ ഇല്ലടേ ഇല്ലടേ, ഇപ്പൊ എന്തിനാ കരയുന്നത്? ചമ്മച്ചി കുഞ്ഞാനി എന്തിനാ കരയുന്നത്? അയ്യോ ഇത് ചെക്കൻ എന്തിനാ കരയുന്നെന്ന് അറിഞ്ഞില്ലല്ലോ. ഞാൻ ശരി ഇവനൊന്ന് വെയില് കൊള്ളട്ടെ, കാറ്റും വെളിച്ചൊക്കെ കാണട്ടെ എന്നും പറഞ്ഞ് പുറത്ത് കൊണ്ടുവന്നാ ഇവനെന്തിനാ ഇങ്ങനെ കീറ്റെന്നും പറഞ്ഞ് കരയുന്നത്? ഇനിയിപ്പോ ഇവന്റെ അച്ഛൻ കണ്ടാലേ അയ്യോ എന്റെ കുട്ടിനെ പുറത്ത് കൊണ്ടുപോയേ അതുകൊണ്ടാ കുട്ടി കരയുന്നെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് വരുമല്ലോടപ്പാ. അയ്യോ ശരി ശരി ഇല്ലല്ലോ, പോട്ടെ പോട്ടെ പോട്ടെ. വെയിൽ തട്ടുമ്പോ നിനക്ക് ചൂടാവുന്നുണ്ടോ? അതുകൊണ്ടാണോ നീ കരയുന്നത്? ശരി നിക്കട്ടെ, നമുക്ക് ഉള്ളിൽ പോവാൻ നിക്ക്. അമ്മേ എന്താ കുഞ്ഞിച്ചക്കനെ വെയിലത്ത് കാണിക്കാണോ? അതെ ലക്ഷ്മി, അവിടെ റൂമിന്റെ അകത്ത് തന്നെ ഇരിക്കുകയല്ലേ, കുറച്ച് കാറ്റും വെളിച്ചൊക്കെ തട്ടട്ടെ എന്നും പറഞ്ഞ് പുറത്ത് കൊണ്ടുവന്നതാ. ശരി അമ്മേ, അത് നല്ലതാ. പിന്നെ നീ എന്താ ഇത്ര നേരത്തെ വന്നത്? വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞാ? വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു അമ്മേ. പിന്നെ നമ്മുടെ ശൈലുമോള് അബിക്കുട്ടിനെ ഇനി സ്കൂളിൽ ചേർത്തണ്ടേ, അതുകൊണ്ട് ബാഗ് പിന്നെ അതിനെന്തോ വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ട് കടയ്ക്ക് പോണ കുറച്ച് നേരത്തെ വരും ചേച്ചി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. അത് ശരി, അവള് പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇതിന് നീ ഈ വർഷം സ്കൂളിൽ ചേർത്തണം എന്നൊക്കെ. അത് കടയ്ക്ക് പോകാൻ വേണ്ടിട്ടാണ് നേരത്തെ വരാൻ പറഞ്ഞത്. ശരി ശരി, അതും ശരിയാണ്. നീ കുട്ടികളൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ട് രണ്ടുപേരും കൂടെ കടയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരി, ഞാൻ കുട്ടികളെ നോക്കിക്കോളാം. ശരി അമ്മേ, എന്നാ ഞാൻ അകത്ത് ചെന്ന് കടയ്ക്ക് പോകേണ്ട കാര്യം എന്താന്നുള്ളത് ശൈലുമോളെ കൊണ്ട് ചോദിക്കട്ടെ. ഈ ചുക്കി ടിങ്കു നിങ്ങൾ രണ്ടുപേരും അകത്ത് അമ്മന്റെ കൂടെ വരുവാണോ അതോ ഇവിടെ ഇരുന്ന് അബിക്കുട്ടിന്റെ കൂടെയും കുഞ്ഞുമാവിന്റെ കൂടെയും കളിക്കുകയാണോ? ശരി ചുക്കി, എന്നാ അമ്മച്ചി ശല്യം ചെയ്യാതെ കളിക്കണം കേട്ടോ. ടിങ്കുവിനെ നോക്കിക്കോ. ശരി ശരി, ഞാൻ അകത്ത് ചെന്ന് നോക്കിയിട്ട് വരാം. അതെ ചുക്കി ചേച്ചി, ഞാനേ പുതിയ ബാഗൊക്കെ ഇട്ടിട്ട് ഒത്തുള്ളി പോവും. അതെയോ, പുതിയ ബാഗാണോ? എനിക്ക് പുതിയ ബാഗുണ്ട്, ഞാൻ നിനക്ക് പിന്നെ കാണിച്ചു തരാട്ടോ. ശരി ചുക്കി ചേച്ചി. അതെ അബിക്കുട്ടിക്ക് പുതിയ ബാഗ് വാങ്ങിച്ചിട്ടില്ല, ഇന്ന് തന്നെ വാങ്ങിച്ചു. അബിക്കുട്ടിയും അമ്മയും കടച്ചു പോയി പുതിയ ബാഗ് വാങ്ങിച്ചു. യൂണിക്കോൺ ബാഗ് വാങ്ങിച്ചു. യൂണിക്കോൺ ബാഗാണോ? അതെ, യൂണിക്കോൺ ബാഗ് തന്നെ വാങ്ങിക്കും. അയ്യോ യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. യൂണിക്കോൺ ബാഗ് സൂപ്പർ ആയിട്ടുണ്ടാവുമല്ലോ. അതെ, ചുക്കി ചേച്ചിക്ക് യൂണിക്കോൺ ബാഗ് വേണോ? വേണം, പക്ഷെ അമ്മയെ കൊണ്ട് എനിക്ക് യൂണിക്കോൺ ബാഗ് വേണമെന്ന് ചോദിച്ചാൽ അമ്മ മേടിച്ചേ തരില്ല. അമ്മ എന്നെ തല്ലും, എനിക്ക് യൂണിക്കോൺ ബാഗ് കിട്ടിയേയില്ല. ചുക്കി ചേച്ചി കരയില്ലേ? അതെ, ഞാന് അമ്മ കൊണ്ട് പറയാട്ടോ. ഉണ്ണിക്കുട്ടിക്ക് യൂണിക്കോൺ ബാഗ് വാങ്ങിക്കുമ്പോ ചുക്കി ചേച്ചിക്കും കൂടെ വാങ്ങിക്കാൻ പറയാട്ടോ. നീ എനിക്ക് നിന്റെ അമ്മനെ കൊണ്ട് പറഞ്ഞ് യൂണിക്കോൺ ബാഗ് വാങ്ങിച്ചു തരുവോ? വാങ്ങിച്ചു തരാട്ടോ. ഹായ് ജോളി, യൂണിക്കോൺ ബാഗ് എത്ര സൂപ്പർ ആയിട്ടുണ്ടാകും. പിങ്ക് കളറിൽ ഉണ്ടാകും, പിന്നെ
ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ. ബൈ.